ഏത് സിനിമക്കും നമ്മുടെ കുട്ടികളെ പറഞ്ഞയക്കുക. പുതിയ സിനിമയിൽ നിന്ന് നേരെ പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ മാസം 1-ാം തീയതി ഹാപ്പി ന്യൂ ഇയറിന് 14ഉം 16ഉം വയസ്സുള്ള 2 കുട്ടികൾ ഇരുട്ടുള്ള പൊന്തയിലേക്ക് 2 പെൺകുട്ടികളെ കയ്യും പിടിച്ച് പോണത് കണ്ടപ്പോ, അട്ടപ്പാതിരയ്ക്ക് ഇരുട്ടുള്ള പൊന്തയിലേക്ക് 2 കുട്ടികളുടെ കയ്യും പിടിച്ച് 14-കാരനും 16-കാരനും പോണത് കണ്ടപ്പോ സഹികെട്ട് 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, എങ്ങട്ടാ വിറ്റങ്ങളെ കൊണ്ടുപോണത്? മറുപടി പറഞ്ഞത് കത്തി കൊണ്ടായിരുന്നു. 17 കുത്താണ് ചെറുപ്പക്കാരന്റെ നെഞ്ചത്ത് 14-കാരനും 16-കാരനും ചെയ്ത് നിർവഹിച്ചത്. പടഞ്ഞു മരിച്ചു ആ ചങ്ങാതി അവിടെ വെച്ച്. അത് ചെയ്തതോ തെറ്റെന്താണ്? എങ്ങട്ടായി 2 പെൺകുട്ടികളെ കുറിച്ച് ഇരുട്ടത്ത് പൊന്തേക്ക് പോകണമെന്ന് ചോദിച്ചു. ആ റിപ്പോർട്ട് പത്രങ്ങളിൽ വായിച്ചപ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചോ എന്നറിയില്ല. നിലവിലുള്ള അന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയിൽ അങ്ങനെ സംഗതി പറയുന്നുണ്ടല്ലോ, നമുക്കറിയില്ല. കുട്ടികൾ പാട്ട് കേട്ടാണ്, മനസ്സിനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. കട്ടച്ചോര ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്. ഇപ്പൊ കുട്ടികളുടെ ട്രെൻഡായ ഒരു പാട്ടിലൊരു വരികയാണിത്. എന്തൊക്കെ സംഗതി ഉണ്ട് ജ്യൂസ് അടിക്കാൻ? പണ്ടത്തെ മാതിരിയല്ല, ലഡുവും ജിലേബിയും വരെ അച്ചാറിടണ കാലം. ജ്യൂസ് അടിക്കാൻ പ്രത്യേകിച്ച് മസാലൊന്നുമില്ല, എന്തും അടിക്കാം. പാലും പഞ്ചസാരയുടെ ചേർത്ത ജ്യൂസായി. കുട്ടികൾക്ക് അതൊന്നും പോരാ, കട്ടച്ചോര ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്. കുട്ടികൾ പാടാണ്. അരിശ്രീ കുടിക്കാൻ വേണ്ടിയിട്ട് കത്തി കൊണ്ടുവരാൻ ആ പാട്ട് പറയണ്. വിരല് കൊണ്ട് അരിയിൽ ഇങ്ങനെ ഇതിന് അരിശ്രീ കുറിക്കാൻ പേനക്കത്തി കൊണ്ടുവരണം. കൂട്ടുകാരന്റെ പള്ളക്ക് അരിശ്രീ കുറിക്കണം. അരിശ്രീ കുത്ത് എന്നാണ് പാട്ട്. സിനിമക്കാർ ഉപയോഗിച്ച് വൃത്തിയായിട്ടൊരു സംഗീതമാണ്, ഒരു പാട്ടാണ്. ഈ വിശുദ്ധമായ മാതൃത്വപതിരി നടക്കുന്ന വേദിയിൽ അത് ആലപിച്ചിട്ട് ഞാൻ ഇതിന്റെ മഹത്വം കളയണില്ലേ. പക്ഷെ നമ്മൾ അറിയാനത് പറഞ്ഞേ പറ്റുള്ളൂ. അയച്ചു വിടണം കുട്ടികളെ. എന്ത് കളി കളിച്ചോട്ടെ എന്ന് പറയണോ? നെറ്റ് കഴിയുമ്പോൾ നിറച്ചു കൊടുക്കണോ?